ഒരു വെബ് സീരീസ് നല്ലതാകാൻ അതിന്റെ വിഷയം മാത്രം മതി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല. കാരണം ഇവിടെ വിഷയം വളരെ വലുതാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ മരുന്നുകൾ, ഒരു ഫാർമ ഇൻഡസ്ട്രിക്കകത്തെ കളികൾ. പക്ഷെ ചോദ്യം ഇതാണ്, ഇത്ര വലിയ വിഷയത്തെ ഇത്ര സോഫ്റ്റ് ആയി പറയേണ്ടതായിരുന്നു. ഓരോ എപ്പിസോഡും 20-25 മിനിറ്റ് മാത്രം, ചുരുങ്ങിയ സമയം. അതായത് മുഴുവൻ എപ്പിസോഡ് കണ്ടാൽ ഏകദേശം ഒരു സിനിമയുടെ സമയം മാത്രം. എന്നിട്ടും ഈ സീരീസ് പല സമയങ്ങളിലും നമ്മളെ വിഷയം വിട്ട് മാറ്റിക്കൊണ്ടുപോകുന്നു. ഇമോഷൻ വേണ്ടടുത്ത് വെറും സംഭാഷണം, തീവ്രത വേണ്ടടുത്ത് വെറും കാഷ്വൽ ആയ ഒരു ഫ്ലോ മാത്രം. വൻകിട മരുന്ന് കമ്പനികളുടെ വലിയൊരു ഇരുണ്ട ലോകം, ആ ലോകത്തെ കൊള്ളയും ചൂഷണവും തുറന്നു കാട്ടാൻ ചെയ്ത ഒരു ധൈര്യമായ അറ്റംപ്റ്റ്. ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്ത ഫാർമ ആ അവസരം മുതലാക്കിയോ? നിവിൻ പോളിയുടെ ആദ്യ വെബ് സീരീസ് എന്ന നിലയിൽ നമ്മളെല്ലാം വലിയ പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊപ്പം ഫാർമയ്ക്ക് ഉയരാൻ കഴിഞ്ഞോ? നമുക്ക് നോക്കാം. മലയാളത്തിൽ അധികമാരും തൊടാത്ത ഒരു വിഷയമാണ് ഫാർമ നമ്മുടെ മുന്നിൽ കൊണ്ടിരുന്നത്. മരുന്ന് മാഫിയയുടെ ലോകം. ഒരു മരുന്ന് എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത്? ആരാണ് അതിന്റെ വില തീരുമാനിക്കുന്നത്? ആരാണ് ലാഭം കണക്കാക്കുന്നത്? ഇവയെല്ലാം ശരിക്കും ജനങ്ങൾ അറിയേണ്ട വിഷയങ്ങളാണ്. കോണ്ടന്റ് വൈസ് PR അരുൺ സംവിധാനം ചെയ്ത ഈ സീരീസ് വളരെ പ്രസക്തമാണ്. ഇൻഫോർമേഷൻ വാല്യൂ ഉണ്ട്, സോഷ്യൽ റെലവൻസ് ഉണ്ട്. ഇത് തന്നെയായിരുന്നു ഫാർമയുടെ ഏറ്റവും വലിയ ഹൈപ്പ്. കഥയുടെ മെയിൻ നിവിൻ പോളി അവതരിപ്പിക്കുന്ന KP വിനോദ് എന്ന കഥാപാത്രമാണ്. ശരിക്കും നിവിൻ പോളിയുടെ പ്രസൻസ് തന്നെയാണ് ഈ സീരീസ് മുന്നോട്ട് കാണാൻ നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. അമ്മയുടെ ചികിത്സയും ഒരു നല്ല ലൈഫ് ഉണ്ടാകാൻ വേണ്ടിയാണ് വിനോദ് ഒരു ഫാർമ കമ്പനി മെഡിക്കൽ റെപ്പായി കയറുന്നത്. തുടക്കത്തിൽ കുറെ തിരിച്ചടി കിട്ടിയെങ്കിലും പുള്ളി കഷ്ടപ്പെട്ട് പതിയെ കമ്പനിയിലെ ഒരു സ്റ്റാറായി മാറുന്നു. പക്ഷേ താൻ വിൽക്കുന്ന ഒരു മരുന്ന് കുട്ടികൾക്ക് വളരെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ സീൻ മാറുന്നു. പിന്നീട് അങ്ങോട്ട് സ്വന്തം മനസാക്ഷിയും കമ്പനിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് നമ്മൾ കാണുന്നത്. ഫാർമയുടെ പോസിറ്റീവ് ആദ്യം പറയാം. നമ്മൾ പറഞ്ഞ പോലെ മരുന്ന് ബിസിനസിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മളെ പോലുള്ളവർക്ക് ഒരു ഐഡിയ തരാൻ ഈ സീരീസിന് പറ്റുന്നുണ്ട്. അതുപോലെ നിവിൻ പോളി വിനോദ് എന്ന മെഡിക്കൽ റെപ്പിന്റെ ക്യാരക്ടറിന്റെ ജോലി പ്രഷറും നിസ്സഹായാവസ്ഥയും ഉള്ളിലെ കൺഫ്യൂഷനും ഒക്കെ ഈ സീരീസിന്റെ ഒഴുക്കിനൊത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിവിൻ എന്ന ആക്ടറെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറച്ചുകൂടി നന്നായി യൂസ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. കൂടെ വന്ന ബിനു പപ്പു വളരെയധികം സമയമില്ലെങ്കിലും ആ റോൾ നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ശ്രുതി രാമേന്ദ്രൻ നന്നായി ചെയ്ത ഡോക്ടർ കഥാപാത്രമാണ്. രജിത് കപൂർ അദ്ദേഹത്തിന്റെ റോൾ നന്നായി ചെയ്തു, എങ്കിലും ഡബ്ബിങ് കുറച്ച് അൺനാച്ചുറൽ ആയി തോന്നുന്നു. മൊത്തത്തിൽ കഥ പറച്ചിലിന്റെ ഒഴുക്കിന് പറ്റിയ അഭിനയം ഇവരെല്ലാം അവരവരുടെ റോളുകൾ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടും ഫാർമയ്ക്ക് എവിടെയാണ് നെഗറ്റീവ് അടിച്ചത്? മെയിൻ വില്ലൻ കഥയുടെ ഇഴഞ്ഞുപോക്കാണ്. 8 എപ്പിസോഡ്, ഓരോന്നും 20-25 മിനിറ്റേ ഉള്ളൂ. എന്നിട്ടും പല സ്ഥലത്തും നല്ല ലാഗ് അടിച്ചു. ഒരു മെഡിക്കൽ ത്രില്ലറിന് വേണ്ട ഗ്രിപ്പോ സ്പീഡോ ഒന്നും ഫീൽ ചെയ്തില്ല. രണ്ടാമത്തെ പ്രശ്നം, ചില സമയങ്ങളിൽ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്കൊരു കണക്ഷൻ വരുന്നില്ല എന്നുള്ളത്. ഇടയ്ക്ക് മെയിൻ കഥയിൽ നിന്ന് മാറി പോകുന്നതുകൊണ്ട് വിനോദിന്റെ ടെൻഷനും വിഷമവും നമ്മളിലേക്ക് അത്രയ്ക്ക് എത്തുന്നില്ല. ഒരു എപ്പിസോഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി ആവശ്യമില്ലാത്ത കുറെ സൈഡ് ട്രാക്കിലേക്ക് പോകുമ്പോൾ തന്നെ സംഭവം കയ്യിൽ നിന്ന് പോകുന്ന പോലെ തോന്നി. അതുപോലെ നമ്മളെ ഞെട്ടിക്കേണ്ട പല ട്വിസ്റ്റുകളും സംഭവങ്ങളും വളരെ സിമ്പിളായി പറഞ്ഞു പോയപ്പോൾ ആ കഥയുടെ പവർ അങ്ങ് വലിയ വലിയ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡേഞ്ചറസ് സൈലൻസ് മാത്രമായി ഒതുങ്ങിപ്പോകും. ഇവിടെയാണ് ഫാർമ ഒരു ഗോൾഡൻ ചാൻസ് മിസ്സാക്കിയത്. കത്തി നിൽക്കുന്ന ഒരു വിഷയവും നല്ല ആക്ടേഴ്സും ഉണ്ടായിട്ടും നല്ലൊരു ഗ്രിപ്പ് ഇല്ലാതെ പോയത് വലിയൊരു പ്രശ്നമായി. കുറച്ചുകൂടി സ്പീഡും ക്യാരക്ടേഴ്സിന്റെ ഉള്ളിലെ വിഷമങ്ങളും ടെൻഷനും ഒക്കെ കുറച്ച് ഡെപ്തും കൊടുത്ത് എടുത്തിരുന്നെങ്കിൽ ഫാർമ മലയാളത്തിലെ ടോപ്പ് സീരീസിന്റെ ലിസ്റ്റിൽ വന്നിരുന്നേനെ. ടോപ്സ്റ്റിക്ക് പോലുള്ള ഗംഭീര അന്താരാഷ്ട്ര സീരീസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫാർമ അതിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ പുറത്തെടുത്തില്ല എന്ന് വ്യക്തമാവും. അപ്പൊ ഫാർമ കാണണോ വേണ്ടയോ? ഇത് ഒരു മോശം സീരീസ് അല്ല, പക്ഷെ ഒരു ഇൻകംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണ്. സ്ലോ ആണ്, ഇമോഷണലി ഫ്ലാറ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഈ മരുന്ന് ബിസിനസിനുള്ളിലെ കളികൾ അറിയാനായി ഇതൊരു വാച്ചബിൾ സീരീസ് തന്നെയാണ്. അതുപോലെ നല്ല സ്പീഡും ത്രില്ലും ഒക്കെയുള്ള സീരീസ് മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ ലാഗ് അടിക്കും. കാരണം ഇതിലെ വിഷയം വളരെ വലുതാണ്, വളരെ സീരിയസ് ആണ്. പക്ഷെ ഈ സീരീസിൽ അത് നമ്മളെ വലുതായി അലട്ടുന്നില്ല. അതൊരു പ്രശ്നമല്ലേ? കാരണം നമ്മൾ ഡിസ്റ്റർബ് ആകുന്നില്ലെങ്കിൽ സോഷ്യലി റെലവന്റ് കോണ്ടന്റിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഫാർമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ സിനിമ റിലേറ്റഡ് ആയ വീഡിയോകൾക്കും റിവ്യൂ മാത്രമല്ല അല്ലാതെയുള്ള സിനിമ ടോപ്പികൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്